നമ്മോടൊപ്പം ഉള്ളത് ASI അബ്ദുൽ അസീസ് സാറാണ്. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ അസീസ് കാര്യോട്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, റിട്ടയേർഡ്. ഒരു വർഷമായി സർവീസ് റിട്ടയർ ചെയ്തിട്ട് ഏകദേശം ഒരുപാട് കാലത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡിലായിരുന്നു എൻ്റെ പ്രവർത്തന മേഖല. കുറ്റവാളികളെ പിടിക്കുക, പ്രത്യേകിച്ച് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കാര്യമായിട്ടുള്ള ജോലി. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പുതിയ തലമുറ എങ്ങനെ ഇതിലേക്ക് വന്നു ചേരുന്നു, എന്തുകൊണ്ട്? ആ ഉത്തരവെന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന ഒരു അജണ്ടയാണ്, ഒരു ടെററിസമാണ്, നാർക്കോട്ടിക് ടെററിസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലക്ഷ്യം വെക്കുന്നത് 30 വയസ്സിന് താഴെയുള്ള പുതിയ തലമുറയാണ്. ഈ തലമുറയാണ് നമ്മുടെ അസറ്റ്. ഈ അസറ്റ് തകർക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മനസ്സിലാകും, ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊന്നും തന്നെ MDMA ബന്ധപ്പെട്ട് പിടിക്കുന്നില്ല, അഡിക്ഷൻ ആവുന്നില്ല, താഴെയുള്ള കുട്ടികളാണ്. ആ കാര്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ BKF നോളജ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് നിങ്ങളുടെ ഈ സർഗാത്മക കഴിവുകൾ വിളിച്ചോതുന്ന രൂപത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാണാൻ പറ്റി. വളരെ സന്തോഷം, മാഷാ അല്ലാ, നന്നായി. ലഹരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അറിവാണ് ലഹരി എന്ന് ഈ ഒരു BKF നമുക്ക് കാണിച്ചു തന്നു. വളരെ നല്ല മെസ്സേജാണ് നിങ്ങൾക്ക് പൊതുവെ ഇത് കൊടുക്കാനുള്ളത്. ഇതിലും വലിയൊരു മെസ്സേജ് നിങ്ങൾ കൊടുക്കാനില്ല. ഒരു മേഖല മാത്രമല്ല, ഒരുപാട് സെഷൻസ് നിങ്ങൾ ചെയ്തു. പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന രൂപത്തിൽ, മണ്ണുമായിട്ട് ഇണങ്ങുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പുറത്ത് പുസ്തകങ്ങൾ പരിചയപ്പെടുന്ന സെഷൻ. പുതിയ തലമുറ വായന പൊതുവെ കുറവാണെന്ന് പറയുന്നുണ്ട്. ആ വിടവ് നികത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ കൃതികൾ, നിങ്ങൾ സ്വയം ഇവിടെ ഉണ്ടാകുന്ന മാഗസിനുകൾ, വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ഒന്നുകൂടി വൈഡാക്കിയിട്ട് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് എത്തണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഭാവിയുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിച്ച തമ്പുരാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.